ഹായ് ഹലോ. കണ്ടമൊഴി ഓടുന്ന കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ്, അഭിമാനത്തോടെ പറയട്ടെ. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെൻഡ്സിനൊപ്പമാണ് പോകാറുള്ളത്. കോപ്പിയടി തന്നെയാണ് കേട്ടോ. അപ്പോഴേ എന്തായാലും മഞ്ഞപ്പൊടി പ്രയോഗം എനിക്ക് പറ്റിയില്ല, ആ ട്രെൻഡ്സിനൊപ്പം എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞില്ല. എന്തായാലും നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിറ്റഴിഞ്ഞത് B12 ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്സും അതുപോലെ മഞ്ഞപ്പൊടിയും ആണെന്നാണ് കേട്ടത്. അടുത്ത ട്രെൻഡ് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേക്കും കണ്ടു നമ്മുടെ ഈ ഒരു ബോട്ട് പ്രയോഗം. അപ്പോൾ പിന്നെ വെള്ളം കെട്ട് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇതാണ് കറക്റ്റ് സമയമെന്ന്. അനിയത്തിയുടെ വീട്ടിൽ പോയതാണേ, അവിടെ ഗേറ്റിൻ്റെ അടുത്ത് അല്പം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് മഴയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു ബോട്ട് പ്രയോഗം ചെയ്യാമെന്ന്. അപ്പോൾ അനിയത്തിയുടെ മകൻ്റെ ഒരു പഴയ പേനയുടെ ട്യൂബ് എടുത്തു, അല്പം മഷി ഉണ്ടാവണം കേട്ടോ. ആ ഒരു ട്യൂബ് എടുക്കുക, ഒരു ബ്ലേഡ് എടുക്കുക, ഒരു ഇല എടുക്കുക, ഒരു പഴംതുണി കഷ്ണം എടുക്കുക. കാരണം കൈമലൊക്കെ മഷിയാവുകയെ. അപ്പോൾ ബ്ലേഡ് വെച്ചുകൊണ്ട് എനിക്ക് മഷി ആ ഒരു ട്യൂബ് കട്ട് ചെയ്തിട്ട് ഇലയിൽ തേച്ചുന്നത് ബാലുവാണ്. ബാലു തന്നെയാണ് നമ്മുടെ ഇല ബോട്ടിന് ഈ ഒരു വെള്ളം കെട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തത് കേട്ടോ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും ബോട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നല്ല സ്പീഡിലാണ് പോയത്. എൻ്റെത് എന്തായാലും അല്പം സ്ലോ മോഷനിൽ ബാക്കിൽ റിവേഴ്സിലാണ് വന്നത്. എന്തായാലും എല്ലാവരും ഫ്രണ്ടിൽ പോയാൽ പോരല്ലോ, റിവേഴ്സ് അടിക്കുന്നതും കാണാനൊരു ചന്തം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റ് ഇല്ല. പക്ഷേ ഇതെന്തായാലും നല്ല ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ചുറ്റുള്ള മരങ്ങളുടെ നേരിലും ആ വെള്ളത്തിൽ വന്നപ്പോഴേ അടിപൊളിയായി കേട്ടോ.